ഹായ് ഓരെ. Good morning. എന്താ ഓക്കെ? എല്ലാവരും ഇന്ന് നല്ല ആവശ്യത്തിലാണല്ലോ അല്ലേ? എനിക്ക് അങ്ങനെ തോന്നി നിങ്ങളുടെ മാജിക് മോർണിംഗ് എന്നൊക്കെ കേട്ടപ്പോ. മെഡിറ്റേഷന്റെ പവർ. എന്തൊക്കെയുണ്ട്? അതെ, ഓക്കെ. മെഡിറ്റേഷൻ പവറാണ്. ഓക്കെ, എനിവേ നമുക്ക് ഇന്ന് മൈ സ്റ്റോറി ആണ്. ഞങ്ങൾക്കറിയാം ഓസ്റ്റിൻ സാറ് മൈ സ്റ്റോറി ഓൾറെഡി ഇതിലുള്ള മെമ്പേഴ്സ് കുറച്ച് ആളുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. പുതിയ വന്ന ആളുകളായിരിക്കും കേൾക്കാത്തത്. അപ്പം അന്ന് കുറച്ച് പറഞ്ഞ് നമ്മളെല്ലാവരെയും നല്ലൊരു ഇതിൽ എത്തിച്ച് നിർത്തിയതായിരുന്നു ഓസ്റ്റിൻ സാറ് മൈ സ്റ്റോറി അല്ലേ? ഓർക്കുന്നില്ലേ എല്ലാവരും? എത്ര പേര് ഓർക്കുന്നുണ്ട്? യെസ്, ഓക്കെ. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് വരുന്നത്. സോ ഇന്ന് മൈ സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓസ്റ്റിൻ സർ, പ്ലീസ് വെൽക്കം. Thank you so much. Thanks a lot for this opportunity. ഓരോരുത്തരുടെയും കഥകൾ പറയാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്ക് നമ്മളെ കുറിച്ച് പറയാൻ ഭയങ്കര താല്പര്യമായിരിക്കും. കഥകൾ കേൾക്കാൻ ബാക്കിയുള്ളവർക്കും താല്പര്യം ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ഇവിടുത്തെ എന്റെ ഒരു സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ പേരൊക്കെ എന്റെ ഓൾറെഡി ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, കുറെ പേര് കേട്ടിട്ടേ ഇല്ല. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തപ്പോൾ റെസിലിയൻസിനെ കുറിച്ച് ക്ലാസ് എടുത്ത സമയത്ത് എൻ്റെ ഒരു ഗൾഫ് അനുഭവം കൂടിയും ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ബാക്കി എവിടെ നിന്ന് തുടങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാര്യം കുറെ പേര് കേട്ടത് കൊണ്ടും കേൾക്കാത്തത് കൊണ്ടും ഒക്കെ. അപ്പൊ എന്തായാലും കേട്ടവരെ എന്തായാലും കൺസിഡർ ചെയ്യണല്ലോ. അപ്പൊ ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ ഒരു ബ്രീഫ് പറയാം. ഞാൻ ഒരു ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഞാൻ വളരെ സാധാ ഒരു ഫാമിലിയിൽ നിന്ന് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ ജോലിയൊക്കെ എന്താ പറയാ ശമ്പളം പൈസ ഇല്ലാത്തത് കൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഡിപ്ലോമയ്ക്ക് പോവുകയും ഡിപ്ലോമ കഴിഞ്ഞ് 18ാമത്തെ വയസ്സിൽ കമ്പനിയിൽ ഒരു ചെറിയ ജോലിയിൽ പ്രവേശിച്ച ഒരാളാണ്. അതിനുശേഷം എൻ്റെ പഠനമെല്ലാം ഞാൻ ജോലി ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. എൻ്റെ ഡിഗ്രിയും എൻ്റെ MBA ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം ഒരു സാഹചര്യത്തിൽ ഗൾഫിലേക്ക് പോകുന്നു. ഗൾഫിൽ പോയിട്ടും കാര്യമായ മെച്ചപ്പാടുകളൊന്നും ഇല്ലാതെ അവിടെ അവസാനം ഒരു കേസിൽ പെടേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു എങ്ങനെയാണ് ആ കേസിൽ പെട്ടതെന്നും അതിൽ നിന്ന് ഊരി പോകുന്നതെന്നുള്ളത്. അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വന്ന ഒരു സോളാർ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യാണ്. ഇവിടെ നിന്ന് മുതലാണ് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാ എന്ന് പറയുന്നത്. ഇത് ഇതുവരെയുള്ള എൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് വളരെ സ്ട്രഗ്ലിങ്ങും വളരെ ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നുപോയതാണ്. അപ്പൊ എന്റെ സ്ട്രഗിൾസ് അവസാനിക്കുന്നില്ല. ഞാൻ നാട്ടിൽ വന്ന് സോളാർ കമ്പനിയിൽ ജോലി ചെയ്തു. ജോലി ചെയ്ത സമയത്ത് ഏറ്റവും നന്നായിട്ട് എന്ന് വെച്ചാൽ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ് നാട്ടില്. അപ്പൊ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്റെ ഇൻചാർജ് ആയിട്ടാണ് എന്നെ വിട്ടത്. എന്റെ കീഴിൽ കുറെ പേര് സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ഞങ്ങള് വളരെ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത കമ്പനിനെ, പുതിയ കമ്പനിയാണ്, അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങി. അത് നല്ല രീതിയിൽ വന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ ഏകദേശം ഒരു 3ഓളം ബ്രാഞ്ചസ് ഒരു 1 ഇയർ ടൈമിൽ അത് ഇട്ടു. പക്ഷെ ഞാൻ എൻ്റെ ഒരു മുതലാളി എന്ന് പറയുന്ന ഒരാള് മലയാളിയാണ്. പക്ഷെ അദ്ദേഹം കുറച്ച് ഗ്രീഡി ആയിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം എന്തൊക്കെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങൾക്ക് ശമ്പളം തരാറുണ്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹം ഈ പൈസ ഇവിടെ നിന്നൊക്കെ ലോണൊക്കെ എടുത്ത് ഗൾഫിലൊക്കെ കൊണ്ടുപോയി എവിടേക്കോ വലിയ പ്രോജക്റ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം ആ പൈസ കിട്ടാതെ. അങ്ങനെ ഞാൻ അവിടെ വർക്ക് ചെയ്ത് ഒരു 1.5 വർഷം, 1 വർഷം കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ഇയർ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് 3ാമത്തെ ഗർഭിണിയാവാണ്. ആ സാഹചര്യത്തിൽ തന്നെ എനിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാള് ശമ്പളം തരുന്നില്ല. അപ്പം സോളാർ കേസ്, നമ്മുടെ എന്താ പറയാ സരിതയുടെ കേസൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പം സോളാറിൽ മൊത്തത്തിൽ ഡിമാൻഡ് കുറഞ്ഞു. ഒപ്പം നമ്മൾ ഓർഡേഴ്സ് എടുത്തിട്ട് ഈ ഗൾഫിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും വരുന്നത്. അപ്പൊ പുള്ളിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് പുള്ളി സാധനം തരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് പൈസ ഇല്ലാന്ന് വെച്ചാൽ എനിക്ക് ശമ്പളം കിട്ടുന്നില്ല. എനിക്കെന്നല്ല, ഒരു വിധപ്പെട്ട എല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പം ഭാര്യ, 3 കുട്ടികള്, പിന്നെ അപ്പൻ, അമ്മ എല്ലാവരും ഉണ്ട്. അപ്പം ഇവരൊക്കെ ചെലവ് എങ്ങനെ പോകുന്നുള്ളത് വലിയൊരു കൺഫ്യൂഷനാണ്. ആ സമയത്ത് അമ്മയൊക്കെ ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ കൂട്ടി വെച്ച് ഇസ്രായേല്, അതായത് വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ വേണ്ടിയൊക്കെ ഇവർ പോകാൻ റെഡി ആവാണ്. അപ്പോൾ ഇവരിൽ പൈസയൊക്കെ ഉണ്ട്, പോകാനുള്ള കാശൊക്കെ ഇവരെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഏറ്റവും വലിയ ഒരു സങ്കടം എന്തായിരുന്നു വെച്ചാൽ, ഇവർ പോകുന്ന സമയത്ത് അമ്മേ നിങ്ങൾക്ക്
പോകാനായിട്ട് ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ എന്റെ കയ്യിൽ നിന്ന് കൊടുക്കാനൊന്നില്ല. കാര്യം ഏകദേശം 3-4 മാസങ്ങളായി എനിക്ക് ശമ്പളം കിട്ടിയിട്ട്. അപ്പോ ഞാൻ ഇതിന്റെ ആളുകളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോ മുതലാളിനെ വിളിക്കുമ്പോൾ മുതലാളി എന്നോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഓസ്റ്റിനെ നീ എല്ലാ വർക്കും നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, സെയിലും കൂടി ചെയ്യും, സെയിൽ ചെയ്ത് പൈസ എടുത്തോളാൻ പറയാം. അപ്പൊ അത്രയും ഭീകരമായ ഒരു അവസ്ഥ. ഇവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ചസ് ഞാൻ കാണുന്നത്. നമ്മുടെ ചിന്തകൾ എങ്ങനെ നമ്മളെ ഫോർമാറ്റ് ചെയ്യും എന്നുള്ളതിനൊക്കെ അന്ന് എനിക്കിതൊന്നും സയന്റിഫിക്കലി അറിയില്ലായിരുന്നു. പക്ഷെ ദാറ്റ് ഹാപ്പൻ. അങ്ങനെ സമയത്ത് എന്റെ ആ സോളാർ കമ്പനിയുടെ റിസപ്ഷനിലുള്ള ഒരു ലേഡി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓസ്റ്റിനെ ഇങ്ങനെ പൈസ ഇല്ലാതെ വിഷമിക്കുന്ന എല്ലാവരും വിഷമിക്കുന്നുണ്ട്, ഞാൻ പ്രത്യേകം വിഷമിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഓസ്റ്റിനെ നീ അത്യാവശ്യം കുഴപ്പമില്ലല്ലോ, നീ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്റെ ഒരു ഫ്രണ്ട് ഇറാമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇറാം എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ഒരു ജോലി നിനക്ക് വാങ്ങിത്തരാം, നീ ഇങ്ങനെ CV ഒന്ന് തരാം. അപ്പൊ നമുക്കറിയാലോ, ജോലിയുണ്ട്, ശമ്പളം ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ CV അവർക്ക് കൊടുക്കുകയാണ്. CV കൊടുത്തതിന് ശേഷം ഞാൻ വെറുതെ ഗൂഗിളിൽ നോക്കി, www.iramgroup.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു കമ്പനിയാണ്, ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതിനേക്കാളും കൂടെ എന്നെ ആകർഷിച്ചൊരു കാര്യം വെച്ചാൽ, അത് തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഒരു ഫ്രണ്ടില് ഒരു പോസ്റ്റർ, ഇങ്ങനെ ഒരു ചെയർമാന്റെ ഒരു മെസ്സേജ് പോലെ കൊടുത്തിട്ടുണ്ട്. I take care of my people, they take care of my business. That is the secret of my success. ഞാൻ എന്റെ തൊഴിലാളികളെ, എന്റെ ആളുകളെ ഞാൻ ടേക്ക് കെയർ ചെയ്തു, അവർ എന്റെ ബിസിനസ് നോക്കി, അതാണ് എന്റെ സക്സസ്. അപ്പൊ ഞാൻ ആ സമയമായപ്പോഴേക്കും എനിക്ക് ഏകദേശം 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ 15 വർഷത്തെ എക്സ്പീരിയൻസിലും എന്റെ ലാസ്റ്റ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മുതലാളി വരെ എന്നോട് പറഞ്ഞിരുന്ന ഡയലോഗ് ഇങ്ങനെയാണ്, ഓസ്റ്റിൻ, ഐ ഡോണ്ട് കെയർ യു പീപ്പിൾ, ഐ കെയർ ഓൺലി മൈ ബിസിനസ്, യു ഗോ വേർ എവർ യു വാണ്ട് എന്നുള്ളൊരു രീതിയിലാണ് ഇവരൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ ഒരു കമ്പനിയുടെ മുതലാളി ഇങ്ങനെ ഇത്രയും 15 വർഷത്തെ സ്ട്രഗിളിന് ശേഷം ഒരു വെബ്സൈറ്റിലൂടെ പറയാണ്, ഐ ടേക്ക് കെയർ ഓഫ് മൈ പീപ്പിൾ, ദേ ടേക്ക് കെയർ ഓഫ് മൈ കമ്പനി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ആത്മാർത്ഥത്തോടെ ആഗ്രഹിക്കുകയാണ് ഈ കമ്പനിയിൽ ജോലി കിട്ടണം. അപ്പൊ എല്ലാ ദിവസവും പിന്നെ എന്റെ സ്വപ്നങ്ങള് ഇറാം ഗ്രൂപ്പിൽ ജോലി കിട്ടുന്നതും അവിടെ വർക്ക് ചെയ്യുന്നതും അതിലൂടെ ശമ്പളം കിട്ടുന്നതൊക്കെ ആയി മാറി. അപ്പം ഈ ചേച്ചിക്ക് അതിനേക്കാൾ പ്രായമുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തേക്ക് കൊടുത്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്യും, എന്തായി. അപ്പൊ എടാ നിന്റെ CV അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, HR നല്ല അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. അപ്പൊ അങ്ങനെ ഡിസംബർ മാസമായി. അപ്പൊ ഏകദേശം 2013 ഡിസംബർ മാസമായി. 2013 ഡിസംബർ മാസം ആയി കഴിഞ്ഞപ്പോഴേക്കും ശമ്പളം കിട്ടാതെ എന്റെ അവസ്ഥ വളരെ ഭീകരമായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് രണ്ടും കൽപ്പിച്ചു, ജോലിയുണ്ട് പക്ഷെ ശമ്പളമില്ല. അപ്പൊ രണ്ടും കൽപ്പിച്ച് ഞാൻ എന്റെ റെസിഗ്നേഷൻ ഫയൽ ചെയ്തു. റെസിഗ്നേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞ് റെസിഗ്നേഷൻ പുള്ളിക്ക് കിട്ടി. ഞാൻ ഇറങ്ങാറായ സമയത്ത് പുള്ളി എന്നെ വിളിച്ചു, മുതലാളി വിളിച്ചു. അപ്പൊ മുതലാളിമാരോടൊക്കെ പറയാം, അന്നും എനിക്ക് പേടിയാണ് സംസാരിക്കാൻ, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ എനിക്ക് പേടിയാണ്. അപ്പൊ വിളിച്ചന്ന് ഞാൻ മൈസൂരോ മറ്റുമായിരുന്നു പുള്ളി എന്നെ തിരിച്ചു വിളിക്കുമ്പോൾ. ഞാൻ എന്റെ ഫാമിലി പെങ്ങളുടെ അടുത്ത് പോയേക്കായിരുന്നു. അപ്പൊ ഇയാൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ് എന്റെ സ്റ്റോറി പറഞ്ഞു. എനിക്കറിയാം ആ സ്റ്റോറി. കാര്യം ഇയാള് ഗൾഫിൽ വെച്ചും എന്റെ ശമ്പളം കട്ട് ചെയ്തതും ശമ്പളം ഇല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തതും. കാര്യം ഒരു വെയർ ഹൗസ് മാറ്റാൻ ലേറ്റ് ആയി എന്ന് പറഞ്ഞാൽ ആ വെയർ ഹൗസിന്റെ റെന്റ് മൊത്തം, കാര്യം അത് തിരിച്ചിടാത്ത റെന്റാണ്, പക്ഷെ എങ്കിൽ പോലും പുള്ളി അതാണ് എന്റെ റെന്റ് മൊത്തം എന്റെ സാലറിന്ന് കട്ട് ചെയ്തതും. സാമ്പത്തികമായിട്ട് ഞാൻ വളരെ തകർന്നതും, ഭാര്യനെയും കൊച്ചിനൊക്കെ വെച്ച് ഗൾഫിൽ നരകിച്ച് ജീവിച്ച കഥയൊക്കെ ഞാൻ പുള്ളിയോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇത്രയും സിറ്റുവേഷൻസ് വന്നിട്ടും ഇതാണ് എന്റെ സാഹചര്യം എന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു, സാറേ ഇനി നിങ്ങളുടെ കൂടെ ഞാനില്ല, ദിസ് ഈസ് മൈ ലാസ്റ്റ്, നിങ്ങളിപ്പോ എന്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐ ഡോണ്ട് കെയർ, ഐ ആം ലിവിങ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഡിസംബർ 1-ാം തീയതി അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വൈഫ് ഒരു കുഞ്ഞു ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് അവളെ കൊണ്ടുവരും. അതൊക്കെയാണ് മെയിൻ പരിപാടി. എങ്ങനെ ജീവിക്കും എന്നുള്ളത് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. പല കാര്യങ്ങൾക്കും പൈസയില്ല. പിന്നെ എന്താ പറയാ, വീട്ടില് പിന്നെ ചെറുതായിട്ട് അപ്പച്ചന് പെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ അതിന്റെ ഭക്ഷണം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, പക്ഷെ വേറെ ഒരു കാര്യം നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്താ വെച്ചാൽ ഈ CV, എന്റെ കുറെ CV ഒക്കെ എടുത്ത് കുറെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു ജോലി. അന്ന് ഇതുപോലെ നൗക്കരിയിലൊക്കെ അപ്ലൈ ചെയ്ത് കിട്ടാനുള്ള ഒരു മാനസികാവസ്ഥയും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒന്നും നമുക്ക് ഇന്നത്തെ പോലെ അന്നില്ലല്ലോ. അന്നൊക്കെ ബുദ്ധിമുട്ടാണ്. 2013 കേസാണ്. അപ്പൊ ഞാനിങ്ങനെ കൊടുത്തു. കുറച്ചു പേരൊക്കെ വിളിക്കുന്ന പ്രതീക്ഷയിൽ ഞാൻ അങ്ങോട്ടൊക്കെ പോകും. അങ്ങനെ ഒരു 2020 ഡിസംബർ 31-ാം തീയതി ആയി കഴിഞ്ഞപ്പോ എന്റെ ഒരു കസിൻ
വിളിച്ചിട്ട് എന്നോട് പറഞ്ഞടാ ഒരാള് ഇങ്ങനെ എയർപോർട്ടിന്റെ അടുത്ത് വരുന്നുണ്ട് ഹോട്ടലില് 31-ാം തീയതിയാണ്, നീ ചെല്ലണം, നീ അയാളുടെ ലുക്കൊന്നും നോക്കണ്ട, പക്ഷേ പുള്ളി ഏതോ വലിയൊരു കമ്പനിയിലെ വലിയ ഡയറക്ടറാണ്, അപ്പൊ നീ അവിടെ പോയി കഴിഞ്ഞാല് പുള്ളി ഇന്റർവ്യൂ നടത്തി നിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആള് നിനക്ക് ജോലി തരുന്നു. ഞാൻ വലിയ പ്രതീക്ഷയാണ്. അപ്പം ഞാൻ ആ സമയത്ത് വൈഫിനെ കൊണ്ടാക്കാൻ പോയേക്കാം, 10 മണി, എന്നോട് പറഞ്ഞു 10:30 എത്തണം എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാണ്, കാരണം ബൈക്കിന് പോയാൽ സ്പീഡ് കൂടാൻ പറ്റില്ല എന്ന് വെച്ചാൽ കാറിന് എങ്ങനെയൊക്കെയോ അടിച്ച് കളിക്കുക അവിടെ ചെന്നു. പക്ഷെ പുള്ളി മീറ്റിംഗിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഏകദേശം ഒരു 4 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. വൈകിട്ട് ഒരു 3 മണി 4 മണിയായി. ഭക്ഷണം കഴിക്കാതെ 5 സ്റ്റാർ ഹോട്ടലാണ്, നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ജോലി. അങ്ങനെ കിട്ടി, അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, അതിന്റെ CV ഞാൻ കണ്ടായിരുന്നു, ഞങ്ങളിവിടെ ഒരു ഫർണിച്ചർ ഡിവിഷൻ തുടങ്ങുന്നുണ്ട്, ആ ഫർണിച്ചർ ഡിവിഷനിലേക്ക് നിങ്ങളെ എടുക്കാം എന്നുള്ളൊരു ഉറപ്പ് കിട്ടി. അയാൾ എന്റെ അടുത്ത് കാർഡ് തന്നു. കാർഡ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ആ കാർഡിൽ എഴുതിയിരുന്ന എങ്ങനെയായിരുന്നു, പൗലോസ് തേപ്പാല, കൺട്രി ഹെഡ് ഇറാം ജോലി. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ഏതൊരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു, അതിന്റെ വേറൊരു ഡിവിഷന്റെ മാനേജറാണ്. ഞാൻ അപ്ലൈ ചെയ്ത CV കാര്യങ്ങളൊന്നും കിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ പ്രപഞ്ചം എന്റെ ഒരു വലിയ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കണ്ടിട്ടാണോ എന്ന് അറിഞ്ഞൂടാ, കറക്റ്റ് എന്റെ കസിൻ വഴി കൊടുത്ത CV ഇയാളുടെ കയ്യിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇയാള് എനിക്ക് കാർഡ് തന്നു. അപ്പം ജോലി കിട്ടിയില്ല. പിന്നെ ഞാൻ എന്താ വെച്ചാല്, ഞാൻ വേറെ ആളുകളോടൊക്കെ സംസാരിച്ച് വേറൊരു കമ്പനിയിൽ ജോലിക്ക് കയറി. ജോലി കിട്ടില്ല എന്ന് വെച്ചാൽ പുള്ളി ജോലി തരാന്ന് പറഞ്ഞു, പക്ഷെ ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വേറെ കമ്പനിയിൽ ഇങ്ങനെ ജോലിക്ക് പോകും. അവിടെ എനിക്ക് ഇതുപോലെ പഴയ ശമ്പളം കിട്ടിയായിരുന്ന അതേ ശമ്പളം തന്നെ, ഏകദേശം 40,000 rupees ആണ് എനിക്ക് ഓഫർ ചെയ്തു. പക്ഷെ അവിടെയും ഈ പറഞ്ഞ ഒരു ദാരിദ്ര്യമാണ്. അവര് വെറും ഉടായ്പ കമ്പനിയായിരുന്നു. അവരിടയ്ക്ക് ഒരു 10,000 രൂപ വരും, ചിലപ്പോൾ 20,000 രൂപ വരും. അങ്ങനെ അവിടെയും പ്രശ്നങ്ങളാണ്. അപ്പൊ ഞാൻ പകുതി ദിവസം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ജോലിക്കേ പോകാൻ കഴിയും. കാര്യം ട്രാവൽ എക്സ്പെൻസും തരും, ഇടയ്ക്ക് ഒരു 10,000 ഒക്കെ തരും. ശമ്പളം പറയുമ്പോൾ 40,000 രൂപ ശമ്പളം ഒക്കെ ഉണ്ട്. അവർ വലിയ കമ്പനിയാണ്, വലിയ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ലൈഫിൽ മിറാക്കിൾസ് ഒക്കെ സംഭവിച്ചു തുടങ്ങി. കാര്യം ഞാൻ ഇതുപോലെ എന്റെ വൈഫ് പ്രസവിച്ചു, ആകെ ഗതി കെട്ടി നിൽക്കുന്ന സമയമാണ്. ഭാഗ്യത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പ്രസവത്തിന് കൊണ്ടുപോയതുകൊണ്ട് അത് വലിയൊരു എക്സ്പെൻസ് വന്നില്ല. പക്ഷെ അനുബന്ധമായിട്ടുള്ള ചെലവുകളൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങിയ കമ്പനി, സോളാർ കമ്പനിയിൽ ഞാനില്ലാതെ അത് വലിയ ഒന്നാമത്തെ പ്രതിസന്ധിയിലായിരുന്നു. പിന്നെ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോയി. അത് ലീഡ് ചെയ്യാൻ ആൾക്കാരില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പൊ അതിന്റെ അവരുടെ അമ്മ എന്നെ വിളിച്ചു, ഹോസ്റ്റലിനെ നീ എന്താ വരാത്തെ, അങ്ങനെയാണെങ്കിലാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവരോടൊന്നും ഈ കഥകളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവരുടെ അമ്മയും ഇദ്ദേഹത്തിന്റെ പെങ്ങളും എന്നെ ഒരുപാട് നിർബന്ധിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്തായിരുന്നാണ്, എന്റെ പൈസ ഇത്രയും കട്ട് ചെയ്തു, എനിക്ക് ശമ്പളം തന്നില്ല, ആ പൈസ ഇതുവരെയും തന്നിട്ടില്ല. ഇവിടെ ഞാൻ വർക്ക് ചെയ്തിട്ട് 3-4 മാസമായിട്ട് എനിക്ക് ശമ്പളം കിട്ടി, ഞാൻ എങ്ങനെ ജീവിക്കും, നിങ്ങൾ ജോലി എടുക്കാൻ പറയുന്നു. എനിക്കിവിടെ വർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ദിസ് ഇസ് മൈ സിറ്റുവേഷൻ. അപ്പൊ അവര് പറഞ്ഞ് എന്നോട് തിരിച്ചു വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ തിരിച്ചു വരില്ല, എനിക്ക് ഇപ്പോഴും ജോലിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, ശമ്പളവും കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് വരാൻ താല്പര്യം. പക്ഷെ ഇവര് പിന്നെ ഒരുപാട് നിർബന്ധിച്ചു തന്നെ, എടാ നീ ഒന്ന് വാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനൊരു അരമനസ്സായി, എന്ന് വെച്ചാൽ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടല്ല, അത് റെഡിയാക്കി കൊടുക്കാം എന്നുള്ള ഒരു അരമനസ്സായി. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല്, എന്റെ ബർത്ത്ഡേയുടെ അന്ന് ജൂലൈ 19-ാം തീയതി എന്റെ ബർത്ത്ഡേയുടെ അന്ന് ഈ അമ്മ എന്നെ വിളിക്കാണ് ബാങ്കിൽ നിന്ന്. ഹോസ്റ്റലിന്റെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് തരൂ, ഞാൻ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് പൈസ വേണ്ട, കാര്യം ഞാനത് ഉപേക്ഷിച്ചതാണ്, എനിക്ക് നിങ്ങളുടെ കാശ് വേണ്ട. കാര്യം കാശ് തന്നാൽ പിന്നെ ഞാൻ തിരിച്ച് അവിടെ ജോലിക്ക് കയറണം എന്നുള്ളൊരു എത്തിക്സ് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, പൈസ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞില്ല. അപ്പൊ അവര് ബാങ്ക് മാനേജറുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ ബാങ്ക് മാനേജർ ഇവിടെ അക്കൗണ്ട് ഉള്ളതല്ല, ആളുടെ അക്കൗണ്ട് ഞങ്ങൾക്ക് അറിയാം, നമുക്ക് വേണമെങ്കിൽ പൈസ അതിനകത്തിക്കിടാന്ന് പറഞ്ഞു. ഈ അമ്മയുടെ സാലറിയിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പെൻഷൻ, അവർ ഡോക്ടറാണ്, എനിക്ക് ഏകദേശം ഒരു അന്നത്തെ 1 month സാലറി എന്റെ അക്കൗണ്ടിലേക്ക് തന്നു. ആൻഡ് ദാറ്റ് വാസ് റിയലി സർപ്രൈസിങ്. കാരണം അത്ര ഗതി എടുക്കുന്ന സമയത്ത് പൈസ തന്നു. പക്ഷെ ഞാൻ ആ പൈസ ഉപയോഗിച്ചില്ല. ഞാൻ അത് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം, കാര്യം ഇവരുടെ പൈസ എനിക്ക് വേണ്ട എന്നുള്ള ചിന്തയിലായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്റെ കുട്ടിയുടെ ബാപ്റ്റിസം ഒക്കെ വന്ന സമയത്ത് ഒരു ഗതിയില്ലാതെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ പൈസ എടുത്ത് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നടത്തി ഞാൻ തിരിച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അമ്മേനെ പോയി കണ്ടു. അമ്മ ഒരുപാട് നന്ദിയുണ്ട്, എനിക്ക് തരേണ്ട പൈസയാണ് നിങ്ങൾ, പക്ഷെ ഞാനത് ഉപേക്ഷിച്ച പൈസയായിരുന്നു, പക്ഷെ നിങ്ങൾ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ തിരിച്ച് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്നാൽ ഞാൻ ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞു.
ഞാൻ അങ്ങനെ എന്റെ ഈ പറഞ്ഞ പൗലോസ് സാറിന്റെ അടുത്തോട് സാറെ പഴയ കമ്പനി എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് അവിടെ ജോയിൻ ചെയ്യാനല്ല, ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യില്ല, പക്ഷെ അവരൊന്ന് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു കൊടുത്തു. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ പറയാന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്നെ ഒരു ദിവസം ഓഗസ്റ്റ് 13 എന്നോട് പറഞ്ഞു, നീ തിരുവനന്തപുരത്ത് വാ, നീക്ക് അവിടെ വെച്ച് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് പോയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഫർണിച്ചർ കമ്പനി എന്ന് പറഞ്ഞ ബിസിനസ്സിൽ നിന്ന് എന്നെ സ്കിൽ ഡെവലപ്മെന്റിലേക്ക് ആക്കി. അവിടെയാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ 11 വർഷമായിട്ട് ജോലി ചെയ്യുന്നത് അവിടെയാണ്. അപ്പൊ ഇവിടെയും ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു, സാലറി എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അതൊരു സീറോ കമ്പനിയാണ്. എന്ന് വെച്ചാൽ കമ്പനി വലിയ കമ്പനിയാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ തുടങ്ങുന്ന ഡിവിഷൻ സീറോ ആണ്. അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു ബിസിനസ് ഇവർ ഇതുവരെ ചെയ്തിട്ടില്ല, ഈ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒന്നേന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാൻ അതിനകത്ത് ഭാഗമായി നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്റെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ വരുന്ന ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ കുട്ടികൾക്കൊക്കെ ട്രെയിനിങ് തുടങ്ങി, എനിക്ക് തോന്നുന്നു 1 വർഷം ആവാറായെന്ന് തോന്നുന്നു. മീൻസ് ആ സമയത്ത് 2 ടീമുകൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ കുട്ടികൾക്ക് കൗൺസിലിങ്ങും അതുപോലെ ഒരു ക്ലാസ്സസ് ഒക്കെ എടുക്കാം, ഒരു കുട്ടിക്ക് ഇത്ര രൂപ വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ കൊള്ളാം, എന്താന്ന് വെച്ചാൽ ഞാൻ അതൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു. അപ്പൊ അതുവരെ എനിക്കൊരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ്സുകളെ പറ്റിയൊന്നും എനിക്ക് അതുവരെ ഒരു ഐഡിയ ഇല്ല. അതിന് ഇവര് ക്ലാസ് കൊടുക്കാൻ തുടങ്ങി, ഇൻഡിവിജ്വൽ ആൾക്കാരെ കൗൺസിൽ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഇവരെന്നോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ആത്മമിത്ര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ ട്രെയിനിങ് നടക്കുന്നുണ്ട്, ഇപ്പൊ അടുത്ത് NLP എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് നടക്കുന്നുണ്ട്, സാറിന് താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. ഞാനിവിടെ ജോലിയുടെ തല തിരക്കാണ്, എന്നാലും ട്രെയിനിങ് കേട്ടപ്പോ എനിക്കും ഒരു ആഗ്രഹം തോന്നി. ഞാൻ അങ്ങനെ NLPയുടെ ട്രെയിനിങ്ങിന് പോയി. അവിടെ ഒരു അച്ഛനാണ് ക്ലാസ് എടുക്കുന്നത്, പക്ഷെ ഇറ്റ് വാസ് സംതിങ് NLP നിങ്ങൾക്കൊക്കെ അറിയാം, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. അപ്പൊ ആ ക്ലാസ്സിലാണ് എന്റെ ലൈഫ് സത്യം പറഞ്ഞ എന്റെ ലൈഫിൽ ഒരു സക്സസിന്റെ ഏറ്റവും വലിയൊരു സംഭവം നടക്കുന്ന ആ ക്ലാസ്സിലാണ്. ആ ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ലൈഫിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എനിക്കാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് ഈ ഒരു NLPയുടെ ക്ലാസ്സിൽ വെച്ചിട്ടാണ്. കാരണം അതിനകത്ത് എനിക്ക് കിട്ടിയ ഒറ്റ ഇതാണ്, യു ക്യാൻ റൈറ്റ് യുവർ ഡെസ്റ്റിനി. നിന്റെ തലവിധി എഴുതുന്നത് നീ തന്നെയാണ്. അതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. നിന്റെ തോട്ട്സും നിന്റെ ആക്ടും കൊണ്ടാണ് നീ ചെയ്യുന്നത്, അല്ലാതെ നിന്റെ പാസ്റ്റിന് നിന്റെ ലൈഫിന്റെ സക്സസ്സുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നുള്ള ഒരു മെസ്സേജ് ഈ ഒരു ട്രെയിനിങ്ങിൽ എനിക്ക് കിട്ടാണ്. അതൊരു വലിയൊരു സംഭവമായിരുന്നു. കാര്യം അതുവരെ ഞാൻ ബ്ലെയിമിങ്ങിലായിരുന്നു. കാര്യം എന്റെ പാരന്റ്സ് എങ്ങനെയാണ്, അവര് ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ ഒരു സെൽഫ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, ഞാൻ എല്ലാത്തിനും ബ്ലെയിം ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി, എന്റെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഇസ് കംപ്ലീറ്റ്ലി ബിലോങ്സ് ടു മീ. എന്റെ ജീവിതത്തിൽ സക്സസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെന്റെ തോട്ട് പ്രോസസ് കൊണ്ടാണ്, എന്റെ ആക്ട് കൊണ്ടാണ്. ഇന്ന് ഞാൻ എന്താണെങ്കിലും ഞാൻ നാളെ എന്താവണമെന്ന് തീരുമാനിക്കേണ്ടത് എനിക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു വലിയ തിരിച്ചറിവ് അവിടെ നിന്ന് കിട്ടി. അപ്പൊ തന്നെയാണ് ബുക്കുകളെ കുറിച്ച് ഞാൻ അവിടെ വെച്ച് അറിയുന്നത്. അതുവരെ ഞാൻ കൂടുതലും നോവൽസും ഫിക്ഷൻസും ഒക്കെയാണ് ഞാൻ കൂടുതൽ വായിച്ചിരുന്നത്. വായിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഫിക്ഷൻസും കവിതകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്റെ ബുക്കിന്റെ ശേഖരത്തിൽ. പക്ഷെ ഇവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ബുക്സ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഓൺലൈനായിട്ടൊരു ആപ്പിൽ കയറി, എനിക്ക് തോന്നുന്ന ആപ്പിന്റെ പേര് ഞാൻ പറഞ്ഞത് ഡെയിലി ഹണ്ട് എന്നോ മറ്റുള്ള ആപ്പിൽ കയറി ആദ്യമായിട്ട് വായിക്കുന്ന പുസ്തകം ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. ആൻഡ് ഐ റെക്കമെൻഡ് ദാറ്റ് ബുക്ക് പ്ലീസ്. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. കാര്യം ഞാനിപ്പോ എന്റെ കളക്ഷനിൽ ഒരുവിധപ്പെട്ട സെൽഫ് ഹെൽപ്പ് ബുക്കൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ലീഡർഷിപ്പ് ഒക്കെ വായിച്ചു തുടങ്ങി. അപ്പൊ അതില് എല്ലാ ബുക്കും ഒരു സെയിം കോപ്പി പേസ്റ്റ് പോലെയാണ്, പക്ഷെ അതിലേക്ക് ഏറ്റവും ബേസ് എന്ന് പറയുന്ന പുസ്തകം ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. പക്ഷെ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ തോട്ട് എങ്ങനെയാണ് നമ്മളെ ഫോം ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവുന്നത്, നമ്മുടെ മനസ്സുപയോഗിച്ച് എങ്ങനെ നമുക്ക് ഹീലിംഗ് കൊണ്ടുവരാം, എങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പാടുണ്ടാക്കാം, എങ്ങനെ നമ്മുടെ കരിയറിൽ നമുക്ക് അഡ്വാൻസ് ചെയ്യാം, ഇതൊക്കെയുള്ള ഒരു തോട്ട് പ്രോസസ് എനിക്ക് വരികയാണ്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ ലൈഫിൽ ചെറുതായിട്ടൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ ഞാൻ നോക്കുമ്പോൾ സംതിങ് റിസൾട്ട് ഈസ് കമ്മിങ്. നമ്മുടെ ലൈഫ് കുറച്ചും കൂടി രസകരമായിട്ട് വരുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഞാൻ പെട്ടെന്ന് 2014 ഞാൻ ജോയിൻ ചെയ്തു തോന്നുന്നു. 15-16 വരെയൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുന്നു. 18 പ്രളയം വരുന്നു. അപ്പൊ വീണ്ടും സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2020 നിങ്ങൾക്കറിയാം കൊറോണ സംഭവിക്കുകയാണ്.
കൊറോണ സംഭവിക്കുമ്പോൾ അറിയാലോ, ഏറ്റവും ആദ്യം ക്ലോസ് ചെയ്ത എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പം 2020 കൊറോണ വന്ന് സ്ഥാപനം അടച്ചപ്പോൾ മാർച്ച് 20 ഏറ്റവും ആദ്യം അടച്ചത് എന്റെ സ്ഥാപനമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും സ്ഥാപനം അടച്ച് വീട്ടിൽ പോയി. വീണ്ടും ഒരു പ്രൈവറ്റ് സെക്ടറാണ്, വരുമാനമില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയി. എന്ത് ചെയ്യണം? കാര്യം ഞാൻ എന്റെ ലൈഫിൽ വെറുതെ ഇരുന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, 18ാമത്തെ വയസ്സിൽ ഞാൻ ജോലിക്ക് കയറി. അന്ന് മുതൽ കണ്ടിന്യൂസ്, പൈസ ഉണ്ടോ ഇല്ലയോ, കണ്ടിന്യൂസ് പണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം കിട്ടുന്നത് ഈ 2020 അപ്പൊ ആ 2020 ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചു. ഇപ്പൊ ഏതോ ആളുകളൊക്കെ വഴിയായിട്ട് പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കിട്ടുന്നു. അതുപോലെ കുറെ മോട്ടിവേഷൻ ക്ലാസ് ആ സമയത്താണ് സൂമിലൂടെ വരാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, എത്ര പേര് ആ സമയത്ത് കേട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് സൂം പ്ലാറ്റ്ഫോമിൽ വലിയ വലിയ ട്രെയിനേഴ്സ്, അവരെല്ലാവരും പണിയില്ലാതിരിക്കുകയാണ്. അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തരായ ട്രെയിനേഴ്സ് PT വിജയൻ അടക്കമുള്ള ആളുകൾ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ, എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടത് പോസ്റ്റ് കമ്മ്യൂണാണ്, അതുപോലെ തന്നെ ഫോറൈൻ ക്ലബിന്റെ ഒരു 1000 പേരടങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ വലിയ വലിയ ആളുകളൊക്കെ വന്ന് ക്ലാസ് എടുക്കുന്നു. അപ്പൊ ഈ ക്ലാസ്സുകൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. വീണ്ടും വ്യക്തികളിൽ നിന്ന് ബുക്കുകൾ വായന മാറ്റിയിട്ട് ഈ ആളുകളിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. ഈ കേട്ട സമയത്ത് എന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹം, ഐ വാണ്ട് ടു ബിക്കം എ ട്രെയിനർ. എനിക്കൊരു ട്രെയിനർ ആവണം, ആളുകൾ ഇങ്ങനെ ഇതേപോലെ പ്രചോദിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരാം. അപ്പൊ ഞാൻ വേറെ പണിയൊന്നുമില്ല, പുറത്തിറങ്ങാൻ പറ്റൂല, ക്ലാസ്സുകൾ കേൾക്കുന്നു. അപ്പൊ ഞാൻ ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ എഴുതി. അതിൽ അവരിങ്ങനെ പറഞ്ഞു തന്ന ഒരു കാര്യം, നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്, നമ്മുടെ ഗോളുകൾ എഴുതണം, അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം എന്നൊക്കെ. അപ്പൊ ഞാൻ അന്ന് എഴുതിയൊരു ഗോളാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ അത് എവിടേക്കോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അന്ന് എഴുതി, ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു ട്രെയിനർ, ഇന്റർനാഷണൽ ട്രെയിനർ ആവും. എന്റെ ക്ലാസ് കേൾക്കുന്ന ആളുകളിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ, അവരുടെ ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കും. അതുപോലെ എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾക്ക് ഹീലിംഗ് ഉണ്ടാവും, ലൈക് മെന്റലി ആൻഡ് ഫിസിക്കൽ ഹീലിംഗ്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഐ തോട്ട് ലൈക്ക് അവർക്കൊരു മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹീലിംഗ് ഉണ്ടാകും, അവരുടെ ജീവിതം ഭയങ്കരമായിട്ട് മാറി മറിയും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അതിലൂടെ ഒരുപാട് വരുമാനം കിട്ടും. ഇപ്പൊ ചെയ്യുന്ന ജോലിയെക്കാളും ട്രെയിനിങ്ങിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഈ സാധനം ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യും. ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ തന്നെ കേൾക്കും. അന്നുണ്ടായ വേറൊരു കാര്യം വെച്ചാൽ, ഫോറൈൻ ക്ലബിൽ നിങ്ങൾ എത്ര പേര് ഫോറൈൻ ക്ലബിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫോറൈൻ ക്ലബിൽ ഉണ്ടായിരുന്നവരൊന്ന് കമന്റ് ചെയ്യാവോ, യെസ് നോ, അല്ലെങ്കിൽ ഫോറൈൻ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാവോ. ഫോറൈൻ ക്ലബിൽ ഓക്കെ, ബഷീർ സാർ ഉണ്ടായിരുന്നു. ഓക്കെ, റോബിൻ തിരുമലയുടെ, വെരി ഗുഡ് വെരി ഗുഡ്. വേറെ ആരെങ്കിലും ഫോറൈൻ ക്ലബ് ഒക്കെ അറിയാവുന്നത്? ബഷീർ സാർ മാത്രമേ ഉള്ളൂ. നൗഫൽ സാർ ഉണ്ടായിരുന്നു. ഓക്കെ, നൗഫൽ. ഓ വെരി ഗുഡ് വെരി ഗുഡ്, കുറെ പേരുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ സുനിലൊക്കെ ഉണ്ടായിരുന്നു. വെരി ഗുഡ്. സോ ഞാൻ ഈ ഫോറൈൻ ക്ലബില് റോബിൻ തിരുമല, അദ്ദേഹം ഇങ്ങനെ ഒരു വോയിസ് ഇടും, ഏതെങ്കിലും ഒരു ടോപ്പിക്, ഇടം അല്ലെങ്കിൽ സൗഹൃദം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ കാര്യങ്ങൾ എഴുതിയിട്ട് പുള്ളി ഇങ്ങനെ വോയിസ് ഇടും. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് തോന്നി, ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനേക്കാൾ നന്നായിട്ടല്ല, എനിക്ക് ഇതിന്റെ ഒരു വേറൊരു ആംഗിളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ സമയമുണ്ടല്ലോ, അപ്പൊ ഞാൻ ഈ പുള്ളി പറയുന്ന വേർഡ്, ഫോർ എക്സാമ്പിൾ ഇടം അല്ലെങ്കിൽ സൗഹൃദം അല്ലെങ്കിൽ കുറെ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ഓരോ ടോപ്പിക്ക് കണ്ടെത്തി പറയും. അപ്പൊ ഞാൻ ഈ ടോപ്പിക് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ എഴുതും, ഇതിനുമായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ വെച്ചിട്ട് ഞാൻ ഇത് ഫുൾ ഒരു സ്ക്രിപ്റ്റ് പോലെ എഴുതിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യും, വോയിസ് റെക്കോർഡ് ചെയ്ത്. മ്യൂസിക് ഇടാറില്ല, ജസ്റ്റ് ഒന്ന് വോയിസ് ഒക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഞാൻ ഈ ഫോറൈൻ ക്ലബിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോ ഈ റോബിന്റെ വോയിസ് വരും, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 1, 2, 3 മണിക്കൂർ കഴിയുമ്പോൾ എന്റെ വോയിസും വരും. പക്ഷെ എന്റെ വോയിസ് കേൾക്കാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ കുറെ പേര് എന്റെ വോയിസ് കേട്ടിട്ട് പേഴ്സണലി എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ അടിപൊളി മനോഹരമായ ശബ്ദമാണ്, ഓ എന്ത് രസമായിട്ടാ പറയണേ, വി ലവ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ കുറെ സൗഹൃദങ്ങൾ അതിന്റെ കെയർ ഓഫിൽ കയറി. അപ്പൊ അങ്ങനെ ഈ വോയിസുകളൊക്കെ ഒരു നസീർ സാഹിബ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, ഇത് മണി ടെക് മീഡിയ എന്ന് പറഞ്ഞ ഒരാൾക്കും ഞാൻ ഈ വോയിസ് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അയാളും എന്നെ വിളിച്ച് ഓസ്റ്റിനെ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പതുക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ പറഞ്ഞല്ലോ, നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതൊന്ന് ട്രെയിനിങ് എന്ന്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഫോറൈൻ ക്ലബിൽ നിന്ന് പരിചയപ്പെട്ട ഒരാൾ എന്റെ വോയിസ് കേട്ട് അങ്ങനെ കമ്പനിയായ എന്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അപ്പോഴേക്കും എടാ പോടാ ബന്ധമായി, ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കാണുകയൊക്കെ ചെയ്തു. എന്നോട് പറയടാ, ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട് സുദാസ് കണ്ണോത്ത് എന്ന് പറഞ്ഞ ആളുടെ അടുത്ത്. അപ്പൊ എനിക്കറിയാം, ഞാൻ പുള്ളിയുടെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എടാ നീ അതിനകത്ത് ജോയിൻ ചെയ്യുന്നു, ഓൺലൈൻ ആയിട്ടാണ്, ട്രെയിനേഴ്സ് ട്രെയിനിങ് ആണ്, ട്രെയിനർമാരെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ വരുന്നൊന്നുമില്ല, ആകെ
മറ്റേ പൈസ ഒന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്, ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷെ അവർ ഒരുപാട് എന്നെ നിർബന്ധിച്ചടാ, വാടാ പ്ലീസ്, നീ വാ, നിങ്ങളുടെ ഉണ്ടെങ്കിൽ രസമായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പൈസ നമുക്ക് നോക്കാം. ഒരു ഒരു ട്രൈ എന്നുള്ള രീതിയിൽ ഏകദേശം അന്ന് 3500 4000 രൂപ കൊടുത്തിട്ട് ഈ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഓൺലൈൻ അറ്റൻഡ് ചെയ്തു. 10 ദിവസത്തെ പുള്ളിയുടെ ക്ലാസ് ആണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് സെഷൻ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഈ 10 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം 5 മിനിറ്റിന്റെ ക്ലാസ് എടുക്കണം, 15 മിനിറ്റിന്റെ എടുക്കണം, പിന്നെ 30 മിനിറ്റിന്റെ എടുക്കണം, 45 മിനിറ്റ് എടുക്കണം. ഇത് നമ്മുടെ ഗ്രൂപ്പിലാണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ട്രെയിനേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഈ 15 ട്രെയിനേഴ്സിന്റെ ഇടയിൽ ചെയ്ത് 45 മിനിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക്കായിട്ട് 6:30 എന്ന് പറഞ്ഞൊരു വെബിനാർ ഉണ്ട്, അതിനകത്താണ് ചെയ്തത്. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. വേൾഡ് റെക്കോർഡാണ് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ റെക്കോർഡാണ്. ഇത്രയും അധികം ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഓൺലൈൻ ട്രെയിനിങ് നടക്കുന്ന കേരളത്തിലെ ഒരേ ഒരു പ്ലാറ്റ്ഫോം. എനിക്ക് തോന്നുന്നു സെക്കൻഡില് ബി മാജിക് ഉണ്ടാവും. ഫസ്റ്റ് എന്തായാലും 6:30 വെബിനാർ ആണ്. കാര്യം അന്ന് മാർച്ചിൽ അവർ തുടങ്ങിയതാണ്. അപ്പൊ ഇവര് 6:30ക്ക് ഇവര് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വന്നു. ഞാൻ അവിടെ ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി. ഈ ട്രെയിനിങ് പലതും ഈ മണിടെക് മീഡിയയിലേക്കൊക്കെ അയച്ചു കൊടുക്കുകയും അപ്പൊ ഞാൻ കണ്ടൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ് കേൾക്കുന്ന പലരും എന്നെ പേഴ്സണലി വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ക്ലാസ്സിൽ എന്തായാലും ഫീഡ്ബാക്ക് പറയുമ്പോൾ നല്ലത് പറയും, അതല്ലാതെ തന്നെ പേഴ്സണലി പറയും, സാർ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ എന്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി, ലൈഫിൽ ഞാൻ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നു, സാർ അന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നി ദിസ് ഇസ് മൈ ഏരിയ, ദിസ് ഇസ് മൈ പ്ലാറ്റ്ഫോം. അപ്പൊ അങ്ങനെ ഞാൻ ട്രെയിനിങ്ങുകൾ എടുക്കാൻ തുടങ്ങി. ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ എന്റെ അവിടെ സ്ഥാപനത്തിൽ കുറെ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് എടുക്കാൻ തുടങ്ങി. അപ്പൊ അവരും പലരും വന്നിട്ട് പറഞ്ഞു, ഞാൻ പല ആളുകളെ കൊണ്ട് ക്ലാസ് എടുക്കുമ്പോഴും അവർ പറയില്ല ഓസ്റ്റിൻ സാറിന്റെ ക്ലാസ് മതി, പുറമേ നിന്നുള്ള ആള് വേണ്ട, മീൻസ് അവരുടെ അത്രയും പിടിക്കുന്നില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ ദാറ്റ് ഗീവ്സ് മീ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. അങ്ങനെ ഞാൻ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങി. അങ്ങനെ ഈ മണിടെക് മീഡിയയുടെ, അപ്പൊ ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്റർനാഷണൽ ട്രെയിനർ ആവണം എന്നൊക്കെ. അപ്പൊ ഈ മണിടെക് മീഡിയയുടെ ഒരു പ്രോഗ്രാം അയാള് നമ്മളോട് പറഞ്ഞു, ഓസ്റ്റിൻ എന്തുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്തു. അപ്പൊ അയാള് ഈ യൂട്യൂബിൽ വീഡിയോ എടുക്കൽ മാത്രമല്ല, അയാൾക്ക് ട്രെയിനിങ് പരിപാടി ഒന്നും ചെയ്യണില്ല. അപ്പൊ ആളെന്ന് പറഞ്ഞു, ഓസ്റ്റിൻ നമുക്ക് ജോയിന്റ് ആയിട്ട് നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്താൽ എന്താ കുഴപ്പം. നമ്മൾ ഓക്കെ നമുക്ക് ചെയ്യാം. അപ്പം കിട്ടുന്ന പൈസയിൽ ഒരു 1/3 പുള്ളിക്കും 2/3 എനിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ബിൽഡ് യുവർ ഡ്രീം ലൈഫ് എന്ന് പറഞ്ഞ പ്രോഗ്രാം പൈസ വെച്ചിട്ട് ചെറിയൊരു എമൗണ്ട് ആയിരുന്നു, 300 രൂപ 5 ദിവസം വാട്സപ്പ് ക്ലാസ്. അപ്പൊ ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്യും, വാട്സപ്പിലിടും, അതിനകത്ത് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ പറയും. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ട്രെയിനിങ് മണിടെക് മീഡിയയിൽ തുടങ്ങുകയാണ്. ആൻഡ് ദാറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. പുള്ളി ആകെ മാർക്കറ്റ് ചെയ്ത് പുള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ മെസ്സേജ് മാത്രം ഇട്ടു. ആൻഡ് ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഏകദേശം 100ഓളം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ബാച്ച് 100, അങ്ങനെ എണ്ണം കൂടി വന്നു. പിന്നെ ഞങ്ങൾ അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ 1000 രൂപയ്ക്ക് 5 ഡേയ്സ് ക്ലാസ് 1000 രൂപയ്ക്ക് നമ്മൾ ചെയ്തു. പിന്നെ കുറെ പ്രോഗ്രാംസ് വന്നു. പിന്നെ അദ്ദേഹം വേറെ ലെവലായി എന്ന് വെച്ചാൽ ഞാൻ ഈ ട്രെയിനിങ് ഒക്കെ എടുക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോ പുള്ളിയുടെ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിങ് എടുക്കാൻ ഒരുപാട് ആൾക്കാർ വന്നു. അപ്പൊ കുറെ ട്രെയിനേഴ്സ് ഒരുവിധം ചാൻസ് കിട്ടാത്ത ആൾക്കാരൊക്കെ അങ്ങനെ വന്നു. പുള്ളി ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുത്തു തുടങ്ങി. സോ അതൊരു വലിയ ഹ്യൂജ് സക്സസ്. എനിക്ക് കിട്ടിയൊരു ഗുണമെന്ന് വെച്ചാല് ഞാൻ ജർമ്മനിയിലുള്ള ആൾക്കും ഗൾഫിലുള്ളവർക്കും ഒക്കെ ഒരുപാട് രാജ്യങ്ങളിലെ ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ഇപ്പോഴും അതിൽ പലരുമായിട്ടും വളരെ ഡീപ്പായിട്ടുള്ള ഒരു സൗഹൃദം ഞാൻ പുലർത്തുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇതിലും പല ആളുകളൊക്കെ ആയിട്ട് ഞാൻ നല്ല പേഴ്സണലി ബന്ധം തന്നെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ ഈ ഒരു ട്രെയിനിങ്ങിൽ നിന്നുള്ള ഒരു ഇൻകം എനിക്ക് വന്നു തുടങ്ങി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ കാര്യമായിട്ട് അതിനകത്ത് ഒന്നും വർക്ക് ചെയ്യില്ല, കാര്യം എന്റെ ജോലിയിൽ തന്നെ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടെങ്കിൽ പോലും എനിക്ക് ട്രെയിനിങ്സ് ഒക്കെ ഇങ്ങ് വന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് തോന്നി കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഓമൈ കേക്സിൽ ഞാൻ പോയി ട്രെയിനിങ് എടുത്തു, അവിടുത്തെ സ്റ്റാഫിന് ട്രെയിനിങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റബ്ബർ കമ്പനിയിൽ ട്രെയിനിങ് എടുത്തു. ഇനി തിങ്കളാഴ്ച ഒരു MD കോളേജ് എന്ന് പറഞ്ഞ കുന്നംകുളത്തുള്ള ഒരു MD കോളേജിൽ അവരുടെ സ്റ്റാഫ് മറ്റേ കുട്ടികളെ ഫസ്റ്റ് ഡേയുടെ പ്രോഗ്രാമിന് ട്രെയിനിങ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓഫ്ലൈനിലും ഓൺലൈനായിട്ടൊക്കെ ഞാൻ ട്രെയിനിങ് എടുക്കുന്നു. അതുപോലെ സാമ്പത്തിക ലെവല് ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ടു. കാര്യം നമ്മളെ എന്താ പറയുക, ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻകം എന്റെ ലൈഫിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞാൻ സാലറി ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാലറിക്ക് ആണെങ്കിലും ഞാൻ ചോദിച്ച് സാലറി ഇപ്പൊ വാങ്ങി. അപ്പം ഇനി എന്റെ സമയം ഓൾമോസ്റ്റ് തീർന്നു. എങ്കിലും ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെ ലൈഫ് കൊണ്ട് ഞാൻ പഠിച്ച ഏറ്റവും വലിയ ലെസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ NLPയുടെ ട്രെയിനിങ്ങിന് പോയപ്പോൾ കിട്ടിയ ഒരു ലെസൺ ആണ്, നമ്മുടെ ലൈഫ് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, സാമ്പത്തികമായിട്ട് നമുക്ക് എത്ര രൂപ വേണം. ഇപ്പൊ നമ്മളൊക്കെ ഒരു മനസ്സിലൊക്കെ ഒരു ടാർജറ്റ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ടാർജറ്റിലേക്കൊക്കെ നമ്മുടെ വരുമാനമൊക്കെ വരും. നമ്മുടെ ഇപ്പം സാമ്പത്തികമാണെങ്കിൽ വേറെ എന്താണെങ്കിലും നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് കാണുന്ന ലിമിറ്റാണ്. ഇപ്പൊ നമ്മളെ മനസ്സിൽ വിചാരിക്കണം, എനിക്ക് 20,000 രൂപ ശമ്പളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, ഒരു 20,000 ആണെന്നുണ്ടെങ്കിൽ സോ യുവർ ലിമിറ്റ് ഇസ് 20.
ഞാനിപ്പോ 1,00,000 രൂപയാണ് എന്റെ വരുമാനമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ വരുമാനവും എന്റെ ലിമിറ്റും നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരി ഒരു 20,000 അല്ലെങ്കിൽ 1 lakh അബവ് വരും. അതല്ല ഞാനിപ്പോ സെറ്റ് ചെയ്യുന്നത് ഇപ്പൊ 2 lakhs ആണെങ്കിൽ 2 lakhsലേക്കുള്ള എന്റെ കപ്പാസിറ്റി ഞാൻ ബിൽഡപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസ്ഥകൾ വരികയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടും ഒരുപാട് മെച്ചപ്പെടാനായിട്ട് എനിക്ക് പറ്റി. അപ്പൊ വളരെ ഒരു എന്താ പറയാ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്ന് നമ്മുടെ തോട്ട് പ്രോസസ്സിനെയും നമ്മുടെ വായനകളെയും മാത്രം മാറ്റിക്കൊണ്ട് ഒരു ലൈഫിൽ എനിക്കൊരു വലിയൊരു ചേഞ്ചസ് വരുത്താനായിട്ട് എന്റെ കഴിഞ്ഞ കാലം കൊണ്ട് പറ്റി. ഇപ്പൊ നിങ്ങളോടൊക്കെ ഞാൻ ഇതുപോലെ ക്ലാസ് എടുക്കാനുള്ള അവസരമുണ്ട്. ദിവസങ്ങളില് മീൻസ് എവറി വീക്കില് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നു. അതുപോലെ തന്നെ ഞാൻ എന്റെ കുട്ടികളുടെ അടുത്ത്, അവിടുത്തെ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്ത് ക്ലാസ് എടുക്കുന്നു. എല്ലാവരുടെ ലൈഫിൽ നമ്മൾ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കരമായിട്ട് മാറും. സ്ഥാപനങ്ങൾ നമ്മളെ വിളിക്കുന്നു, വിളിച്ച ആളുകൾ എന്നിട്ട് വീണ്ടും തിരിച്ചു വിളിക്കുന്നു ക്ലാസ്സിന് വേണ്ടിയിട്ട്. ആളുകൾ പേഴ്സണലി നമ്മളെ അപ്രോച്ച് ചെയ്യുന്നു അവരുടെ പേഴ്സണൽ കോച്ചിങ്ങിന് വേണ്ടി. ഞാൻ അതിന് ചാർജ് ചെയ്യുന്നു. അപ്പം ഇതൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചത് ഞാൻ അന്ന് എഴുതിയ ഒരു സംഭവം, ഒരു അഫർമേഷൻ ആണ്. ഈ അഫർമേഷൻസ് ഞാൻ ഡെയിലി പറയുന്നുണ്ട്. കുറെ അധികം അഫർമേഷൻസ് ഇപ്പോഴും ഞാൻ എന്റെ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയമേ ഞാൻ അഫർമേഷൻസിന് വേണ്ടി മാത്രം വെക്കുന്നത്. അപ്പം അഫർമേഷൻസിനും വിഷ്വലൈസേഷനും ഒക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്താൻ പറ്റും. നമ്മൾ എത്ര എന്താ പറയാ എത്ര ഇൻട്രോവേർട്ട് ആണെങ്കിലും, അല്ലെങ്കിൽ എത്ര നമ്മളുടെ ജീവിതം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും നമ്മുടെ തോട്ട്സും നമ്മുടെ വേർഡ്സും ഒക്കെ മാറ്റാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ സക്സസ് ആവും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്റെ കഥ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇതൊരു പൂർണ്ണമായ ഒരു കഥയല്ല. ഞാൻ പറഞ്ഞു, ഞാൻ തുടക്കത്തിലുള്ള എന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഞാൻ എന്റെ ഒരു ട്രാൻസിഷൻ ജേർണി മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു മുഫീദ. താങ്ക് യു സോ മച്ച് സർ. അപ്പം നമുക്ക് എന്താണ് ഓസ്റ്റിൻ സാറെ ബാക്കി സ്റ്റോറി എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അല്ലേ, അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കംപ്ലീറ്റ് ആയല്ലോ എല്ലാവരുടെയും അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓസ്റ്റിൻ സാർ ഇപ്പം ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു പാഠം കൂടെയാണ് അത്. സോ താങ്ക് യു ഓസ്റ്റിൻ സാർ. എന്താണ് ടീം ഇനി നിങ്ങൾക്ക് പറയാനുള്ളത്? ഓരോരുത്തർക്കായിട്ട് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ആരാ ഫസ്റ്റ് വരുന്നത്? പറഞ്ഞോളൂ. ഞാൻ ഓഡിയബിൾ അല്ലേ? കേൾക്കാം, മുഫീദിന് കേൾക്കാം. ഓക്കെ. എന്താ ആരും ഒന്നും പറയാത്തെ? ആർക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണോ? മോർണിംഗ് സർ. ദിവ്യ, മാച്ച് മോർണിംഗ്. നല്ലൊരു കഥയായിരുന്നു. സത്യം പറഞ്ഞ കഥയല്ല, ഇതൊരു ജീവിതമാണ് അല്ലെ? നമ്മൾ ജീവിച്ച ആ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മളുടെ ചിന്തകളെ ഏത് രീതിയിൽ മാറ്റി കൊണ്ടുവന്നു, നമ്മളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ടുവന്നു. നമ്മളുടെ ഓരോ സ്റ്റെപ്പും നമ്മളെ റിയലൈസ് ചെയ്യാന്നുള്ളതാണ് പ്രധാന കാരണം അല്ലെ? ആ ഒരു റിയലൈസേഷൻ നമ്മളിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ചേഞ്ചസ് നമുക്ക് ആദ്യം മനസ്സിലാവുകയും പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു സ്റ്റോറി, ഒരുപാട് സന്തോഷം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ മാം. താങ്ക് യു സോ മച്ച്. അടുത്ത ആള് പറഞ്ഞോളൂ. പ്രൊഫസർ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. നന്നായിട്ടുണ്ടോ ക്ലാസ്? മുമ്പ് ഇതുപോലെ തന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിന്റെ ബാക്കി തുടക്കത്തില് ഓക്കെ ആയിട്ടുണ്ട്. കാരണം അത് NLP ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ചർച്ചയിൽ കൂടുതലായിരുന്നു. നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. Okay, thank you, Mr. Sir. Thank you so much. Bashir sir. Good morning. കേൾക്കാം. നല്ല ക്ലാസ് ആയിരുന്നു സാർ. സാറിന്റെ ജീവിതാനുഭവങ്ങൾ എല്ലാവരും ഞാൻ വിചാരിക്കും ട്രാൻസ്ഫോം ചെയ്തത് കോവിഡ് ആണ്. കോവിഡ് കുറെ ആൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ എനിക്കൊക്കെ വളരെയധികം പോസിറ്റീവായി. കാരണം
ഈ 4AM ക്ലബ്ബ്, പിന്നെ 5 ബി മാജിക് കമ്മ്യൂണിറ്റി, ഇതൊക്കെ എനിക്ക് കോടി കൂട്ടി കിട്ടിയ വാതിലുകളാണ്. അന്ന് ബാക്കി എല്ലാ ഭാഗവും നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോ ഇങ്ങനെയുള്ള, പ്രത്യേകിച്ച് 4AM ക്ലബിൽ സാറ് പറഞ്ഞ പോലെ വളരെയധികം നല്ല നല്ല ക്ലാസ്സുകൾ നമ്മളെ ഡെസ്പായി നിൽക്കുമ്പോൾ നമ്മളെ വളരെയധികം നമ്മളെ ഉയർത്തിയ മാനസികമായിട്ടും ഭയങ്കര വെല്ലുവിളിയുള്ള സമയമല്ല. നമ്മളെ ഡേ ടു ഡേ റുട്ടീനൊക്കെ തെറ്റിയിരിക്കുന്ന ആ സമയത്ത് വെറും വീട്ടുകൾ മാത്രം അടഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു. എനിക്ക് പിന്നെ വേറെ അന്ന് എൻ്റെ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് കുറെ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ പെർമിഷൻ കിട്ടിയിരുന്നു ഇങ്ങനെ പുറത്ത് നടക്കാൻ. എങ്കിലും അന്ന് എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിയ സമയം. ആ സമയത്ത് നമ്മൾ ഈ 4AM ക്ലബ്ബ്, ഞാനിപ്പോൾ റോബിൻ സാറിനോട് പറയും, സാറേ നിങ്ങളാണ് നമ്മളൊക്കെ ഒന്ന് പൊന്തിച്ച് തന്നത്, ജനങ്ങളെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള നല്ല സാറിന്റെ നല്ല എല്ലാ നല്ല അനുഭവങ്ങളും. നമ്മൾ ഇങ്ങനെ ഇപ്പം ഒരു തീച്ചുളയിൽ കൂടി വന്നാലേ നമുക്ക് പിന്നെ ഒന്നും വലിയ വിഷയമല്ല. സാറ് വളർന്നത് ഏകദേശം അതല്ലെങ്കിൽ അതിനേക്കാൾ അതേമാതിരിയുള്ള ഒരു സാഹചര്യത്തിൽ കൂടി തന്നെ ഞാൻ എൻ്റെ ചെറുപ്പം കടന്നു വന്നു. അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നുള്ളതൊന്നും നമുക്ക് വളരെ നിസ്സാരമായി എന്ത് അന്നത്തെ കമ്പയർ ചെയ്യുമ്പോൾ എന്തെന്ന് വിചാരിച്ചിട്ട് നല്ല അനുഭവങ്ങളായിരുന്നു. സാറത് ഷെയർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവർക്കൊരു നല്ലൊരു ഊർജം നൽകി. കാരണം നമുക്ക് എത്തിപ്പിടിക്കാം എവിടെയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് സാറിന്റെ ജീവിതം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് ഫോർ ഷെയറിംഗ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഓൾ. Thank you, Bashir sir. Thank you so much. Okay. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. സാറേ നല്ലൊരു സ്റ്റോറി ആയിരുന്നു. നമ്മൾ തന്നെയാണ് നമ്മളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നതെന്ന് സാറിന്റെ 2 ക്ലാസ്സുകളിലൂടെയും വളരെയധികം വ്യക്തമായി. യു ക്യാൻ റൈറ്റ് യുവർ ഡെസ്റ്റിനി എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും നമ്മൾക്ക് നേരിടുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടെന്ന് പിന്നെ വളരെയധികം ബോധ്യപ്പെട്ടു. ഈ ബി മാജിക് അതുപോലെ ബി മാജിക്കിൽ വന്നതിന് ശേഷം ഉള്ള ഒരു കാലഘട്ടം വളരെയധികം പോസിറ്റീവാണ്. കൂടുതൽ പുസ്തകങ്ങളെ കുറിച്ച് അറിയാനും കൂടുതൽ വിശാലമായി ചിന്തിക്കാനും കൂടുതൽ ഫ്രണ്ട്സിനെ കിട്ടാനും അതുപോലെ തന്നെ നല്ല നല്ല ഒരു മേഖലയെ കണ്ടെത്താനും കഴിയും എന്നുള്ള കാര്യം ഈ ബി മാജിക്കിലൂടെയും സാറിന്റെ ക്ലാസ് പോലുള്ള എല്ലാവരുടെയും ക്ലാസ്സുകൾ വളരെയധികം ഉപകാരപ്പെട്ടു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു. Thank you, Nikrishnan sir. Thank you so much. Hi, Magic Morning. ഒരു പാർട്ടി ഞങ്ങള് കേട്ടതായിരുന്നു. എന്നാലും എനിക്ക് അതിൽ സാറ് പറഞ്ഞതിൽ ഒരു കാര്യം എന്താ പറയാ മനസ്സിലായതെന്ന് പറഞ്ഞാല്, സാർ എഴുതി വെച്ച ആ ഒരു കാര്യങ്ങള് അത് സാറിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് എന്തായി തീരണം എന്നുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ഒരു പേജിൽ എഴുതി വെക്കുമ്പോൾ അത് നമ്മളെ മനസ്സിലേക്കാണ് അത് പതിയുന്നത് കൂടുതലായിട്ടും. പിന്നെ എന്താ പറയാ, ഏതൊരു മനുഷ്യനെ എടുത്ത് നോക്കിയാലും ഓരോരുത്തരും ഓരോ കടമ്പകൾ കടന്നും ഓരോ ബുദ്ധിമുട്ടുകളിലൂടെയും മാനസിക പ്രശ്നങ്ങളിലൂടെയും ഒക്കെ തന്നെയാണ് വിജയത്തിലേക്ക് എത്തുന്നത്. കഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഇല്ല എന്നുള്ളത് ഇപ്പൊ ഏകദേശം മനസ്സിലായി തുടങ്ങുന്നത്. ഞാൻ വിചാരിക്കും അയ്യോ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെയൊന്നല്ല. നടന്നു നോക്കിയാൽ എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഓരോരുത്തരുടെ ക്ലാസ്സിൽ നിന്ന് മൈസ്റ്റോറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എനിവേ താങ്ക് യു സാർ. നല്ല എന്തായാലും സാറിന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. Thank you, Sindhu ma'am. Mani sir. മാജിക് മോർണിംഗ് സർ. നല്ലൊരു സ്റ്റോറി തന്നെയാണ് സർ. നല്ല സ്വന്തം ജീവിതാനുഭവങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലൂവന്റ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സാർ പറഞ്ഞത്. വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അത് ധീരമായിട്ട്
വളരെയധികം ധൈര്യത്തോടു കൂടി തന്നെ ഓരോ ഘട്ടങ്ങളും സാർ തരണം ചെയ്ത്, അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ പഠിക്കാനും കൂടുതൽ ട്രെയിനിങ്ങിന് പോകാനും പല ഇതും അതിൻ്റെ വിവരങ്ങൾ ആർജിക്കാനും അതിൽ പങ്കെടുത്തിട്ട് സക്സസ് ആകാനും പറ്റി. സാറിൻ്റെ ആ ആഗ്രഹം, മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായല്ലോ അത് ട്രെയിനർ ആകണം എന്നുള്ള, അതിന് വേണ്ടിയിട്ട് തീവ്രമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിന് എവിടെയൊക്കെ സാഹചര്യം ഉണ്ടോ അവിടെയൊക്കെ സാറ് പോയിട്ട് ട്രെയിനിങ്, NLP മുതൽ എല്ലാ കാര്യങ്ങളിലും സാറ് പങ്കെടുത്ത് വിജയിച്ച് അങ്ങനെ ഓരോ പ്രോഗ്രാം സാറ് അറ്റൻഡ് ചെയ്ത് ഒരു ഹാപ്പി എൻഡിങ് സ്റ്റോറിയാണ് ഇന്ന് ഉണ്ടായത്. അതുപോലെ തന്നെ സാറിന്റെ പല ക്ലാസ്സുകളും ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ നല്ല എക്സാമ്പിൾസും നല്ല അവതരണം ഒക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അന്ന് സാറ് പറഞ്ഞത് ഈ സമയത്ത് ഞാൻ ഓർക്കണം, സാറിന്റെ ഒരു മ്യൂസിക് ആൽബം സാറ് AL കൂടെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് അന്നത്തെ ഓർമ്മ എനിക്ക് വരികയാണ്. ഇപ്പോൾ എല്ലാ രീതിയിലും സാറ് ഭംഗിയായിട്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച് അതിനുള്ള ആ ചിന്താഗതി വന്നത് അത് പ്രാക്ടിക്കലായിട്ട് നടത്തി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് മറ്റുള്ളവർക്കൊരു നല്ല പ്രചോദനവും ജീവിതത്തിൽ ഉയർച്ച കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സ്റ്റോറി തന്നെയാണിത്. താങ്ക് യു വെരി മച്ച് സാർ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ലോട്ട്. മണി സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുന്നോട്ട്. ഓക്കെ സാർ, ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് ആദ്യത്തെ ദിവസം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴെനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരാൾ ഇത്രയും സ്ട്രഗിളൊക്കെ കടന്നു വരാൻ പറ്റുമോ? ഇങ്ങനെ ഞാൻ കുറേ ദിവസം എൻ്റെ മൈൻഡിൽ അത് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇതെങ്ങനെ വന്നു എന്നുള്ളതൊക്കെ. പക്ഷേ അപ്പോഴേ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിയുമെന്നുള്ളത്. ഇപ്പൊ രണ്ടാമത്തെ ഭാഗം കേട്ടപ്പോഴും നമുക്ക് ഒരുപാട് ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു ജീവിതാനുഭവം തന്നെയാണ് സാറിൻ്റെ. സാർ ഒരാളിന് അതിന്ന് പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട്. എന്തായിരുന്നാലും സാർ അത് പങ്കുവെച്ചതിന് വളരെ നന്ദിയുണ്ട് സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് താങ്ക് യു ഷൈനി മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ആരും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് ടൈം ആയിട്ടുണ്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള. അപ്പൊ വൈൻഡപ്പിലേക്ക് പോയിക്കോട്ടെ. എന്താണ് ചെയ്യണ്ടേ ഓസ്റ്റിൻ സർ? നമുക്ക് നിർത്താം. താങ്ക് യു ഓൾ. വൺസ് അഗൈൻ എൻ്റെ ഒരു കഥ കേട്ടതിന് ഒരുപാട് നന്ദി. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇന്നിവിടെ മൈ സ്റ്റോറി പറഞ്ഞിട്ടുള്ള ഓസ്റ്റിൻ സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. ബൈ. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you, sir. Thank you.